ഫാസ്റ്റ് വാചനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ടീച്ച്മെൻറ്റ് ആപ്പിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിന് തൊട്ട് മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാനിപ്പോൾ കേരള ടീച്ച്മെൻറ്റ് ടീച്ചർ പാർട്ണറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ, വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കൂടുതൽ സഹായിക്കാനും ടെക്നിക്കൽ ടീമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താനും മോർ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം തരാൻ കഴിയും. അപ്പോൾ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ടീച്ച്മെൻറ്റ് ആപ്പ് ടീച്ചേഴ്സിന് എങ്ങനെ ഉപകാരപ്പെടും, ആ രീതിയിൽ എങ്ങനെ ക്ലാസ് എടുക്കാം എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. അതിലെല്ലാ ഫീച്ചേഴ്സും കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു വീഡിയോ ആണിത്. അതിലെല്ലാ ഫീച്ചേഴ്സും നമ്മളിന്ന് പരിചയപ്പെടും. ഇവൻ തുടക്കം മുതൽ അവസാനം വരെ, അതായത് ക്രിയേറ്റ് ചെയ്തു സ്റ്റുഡൻസിന് ആഡ് ചെയ്യുന്നതും ലൈവ് ക്ലാസ് എടുക്കുന്നതൊക്കെ നമ്മൾ ഇന്നിപ്പം മനസ്സിലാക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലാണെങ്കിലും ടീച്ച്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ടീച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ്റർഫേസ് നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കാനുള്ള ഓപ്ഷനാണ് വരിക. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ നമ്മുടെ ഒരു ഫോണിൽ രജിസ്റ്റർ ചെയ്ത് മൊബൈൽ നമ്പർ അടിക്കുക. എന്നിട്ട് സെൻഡ് OTP അടിച്ചാൽ നമുക്കവിടെ OTP അടിക്കാനുള്ള ഓപ്ഷൻ വരും. ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷനെ നോക്കണം. ടീച്ചർ എന്നുള്ള ഓപ്ഷൻ ഏതാ? ജസ്റ്റ് ഇതിൽ സ്റ്റുഡൻ്റ് ആയിട്ടും ടീച്ചറായിട്ടും ലോഗിൻ ചെയ്യാം. നമ്മൾ ടീച്ചറായിട്ട് കയറുന്ന സമയത്ത് ടീച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ പേര്, ടീച്ചറുടെ പേര് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഞാനൊരു പേര് അടിച്ച്, എന്നിട്ട് എന്താക്കുക, കണ്ടിന്യൂ അടിക്കുക. ദെൻ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വന്നത് ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് നമ്മളൊരു ക്ലാസ് റൂം, നമ്മളിപ്പം ഒരു 10ാം ക്ലാസ് SSLC 10th എന്നുള്ളത് 10th D ഡിവിഷനിലുള്ള എടുക്കുക. ഏത് സബ്ജക്റ്റാണോ നമ്മൾ എടുക്കുന്നത് ആ സബ്ജക്റ്റിൻ്റെത് ഫിസിക്സ് ആണ്. ഫിസിക്സ് അപ്പോൾ അവിടെ ആഡായി. അതായത് നമുക്കിവിടെ കാണാം താഴത്തൊരു ബ്ലൂയിൽ ഫിസിക്സ് എന്ന് വന്നത്. അപ്പം മുകളിൽ ഇനിയും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഫിസിക്സ് മാത്രമാണ് അത് ആഡ് ചെയ്തത്. ദെൻ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ട്യൂഷൻ ലെവലിലാണോ, ട്യൂഷൻ കോച്ചിങ് ആണോ, അതോ അല്ലെങ്കിൽ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ, വെറുതെ ഹോബി ആയിട്ട് ക്ലാസ് എടുക്കുന്നതാണോ. അപ്പോൾ സ്കൂൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്കൂൾ എന്നുള്ള ഓപ്ഷൻ ഇതാക്കാം. ക്രിയേറ്റ് ക്ലാസ് റൂം അടിക്കുക. അപ്പം ക്ലാസ് റൂം ക്രിയേറ്റ് ആയി. ക്ലാസ് റൂം ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് പല ഓപ്ഷന് കിട്ടും. ഇതിലുള്ള ഓപ്ഷനുകളിൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ ആക്സസ് ആവണമെങ്കിൽ ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾക്ക് ആദ്യം ഈ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ്, നമ്മളുടെ സ്റ്റുഡൻസിന് ആരെങ്കിലും ഒരാളെ ഇൻവൈറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് അടിച്ച് വാട്സപ്പിൽ ഈ ഒരു ഇൻവിറ്റേഷൻ ഒരു സ്റ്റുഡൻറ്റിന് അയച്ചു കൊടുക്കുക. അപ്പം ആ ഒരു സ്റ്റുഡൻറ്റിന് ആ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തിരിക്കണം, ടീച്ച്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്റ്റുഡൻ്റായിട്ട് ലോഗിൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഈ ഒരു ലിങ്കിൽ, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്ത് കാണാം, സ്റ്റുഡൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നതായിട്ട് കാണും. അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത്. ഇനി നമ്മളുടെ ഒരു ക്ലാസ് റൂമിൽ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അയക്കുന്ന ഇൻവിറ്റേഷൻ ലിങ്ക് ഉപയോഗിച്ച് ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അറിയുക? അവർ ഡയറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ കയറില്ല. അതിനുവേണ്ടി നമ്മൾ ക്ലാസ് റൂം സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റുഡൻറ്റ് എന്നുള്ള ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് വന്ന് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവരുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. ഇത് നമ്മൾ സ്റ്റുഡൻസിനൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അതായത് ഈ ഒരു ടിക്ക് എന്നുള്ളത്, ഗ്രീൻ മാർക്കിലുള്ള ടിക്ക് ഞെക്കി കഴിഞ്ഞാൽ അവർ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ആക്കും. അപ്പം ക്ലാസ് റൂമിൽ ജോയിൻ ആയി, വൺ സ്റ്റുഡൻ്റായി. ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും എനേബിൾ ആകും. അപ്പോൾ ജസ്റ്റ് ഞാൻ സമ്മറി മുതൽ നമുക്ക് തുടങ്ങി പോകാം. സമ്മറി മുതൽ തുടങ്ങി പോകുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എബൌട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഫീ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ട്യൂഷനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്പ് വഴി സ്റ്റുഡൻസിൽ നിന്ന് ഫീ കളക്ട് ചെയ്യാം. പിന്നെ ടൈം ടേബിൾ ഓപ്ഷനാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അപ്പോൾ നമ്മൾ ഒരു ടൈം ടേബിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം വരുന്ന ഒരു ദിവസം, ഇപ്പം Thursday 8 PM to 9 PM വരെ ഞാൻ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്താൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനും ആ ഒരു അപ്ഡേഷൻ അവിടെ കാണാം.
ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു സമയത്ത് കൃത്യമായി നമ്മൾ ഗോ ലൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് കൃത്യമായി ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. അല്ലാതെ നമ്മൾ നമ്മൾ ആഡ് ചെയ്ത ടൈം ടേബിളിന് അല്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ ഈ ഒരു ലൈവ് പോകുന്നത് എങ്കിൽ, അതായത് ടൈം ടേബിൾ ആഡ് ചെയ്യാത്ത സമയത്താണ് നമ്മൾ ലൈവ് പോകുന്നതെങ്കിൽ അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാൻ കഴിയൂല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അറ്റൻഡൻസ് കൃത്യമായി ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടൈം ടേബിൾ കൃത്യമായി ആഡ് ചെയ്യുകയും ആ ഒരു ആഡ് ചെയ്ത സമയത്ത് കൃത്യമായി അറ്റൻഡൻസ് കൃത്യമായി ലൈവ് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അറ്റൻഡൻസ് കൃത്യമായി രേഖപ്പെടുത്തും. പിന്നെ എബോർഡ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചറെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ക്ലാസ് റൂം, എബോർഡ് ക്ലാസ് റൂമിനെ കുറിച്ച് ആഡ് ചെയ്യാം. എൻറോൾ ചെയ്ത സ്റ്റുഡൻസിനെയും കാണാം. ഇനി നിങ്ങൾ ലൈവ് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുകളിൽ കാണാം ടുഡേയ്സ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്ലാസ് ഞാൻ ഇന്ന് ചൊവ്വാഴ്ച, അപ്പോൾ ഒന്ന് ഞാനൊരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്തു 8 മണിൻ്റെയും 9 മണിൻ്റെയും ഇടയിൽ. ആ ഒരു സമയം 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. എൻ്റെ ചെയ്യുന്നത് നോക്കണ്ട, സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ ലൈവ് പോകണമെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുമെങ്കിൽ ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് കാണുന്ന ഗോ ലൈവ് എന്ന് പറയുന്നത് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ജസ്റ്റ് നമ്മൾ ഇവിടെ കാണുന്ന മറ്റൊരു ഇൻ്റർഫേസ് ഉണ്ട്. അതായത് ക്ലാസ് റൂമിൽ പോയാൽ ഗോ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ലൈവിലേക്ക് കയറും. അങ്ങനെ ലൈവിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പം കാണുന്ന ഈ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെയുള്ള ഇൻ്റർഫേസാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇൻ്റർഫേസ്. ഇപ്പം സ്റ്റുഡൻസിനെ നമുക്ക് കാണാൻ കഴിയില്ല, സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ നമ്മളെയോ കാണാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സെറ്റിങ്സോ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റണം, ലാൻഡ്സ്കേപ്പ് മാറ്റാം. ഇതിപ്പോൾ ലാൻഡ്സ്കേപ്പായി. ജസ്റ്റ് പോർട്രേറ്റിലേക്ക് മാറ്റണം, പോർട്രേറ്റ് ആക്കാം. ക്യാമറ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, മൈക്ക് ഓൺ ചെയ്യാം, മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ. റെക്കോർഡിങ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ റെക്കോർഡിങ് ഓണും ഓഫും ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ റെക്കോർഡിങ് ഓൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ആക്കിയിട്ട് ഇപ്പോൾ മുതൽ റെക്കോർഡിങ് ഓൺ ആകും. അത് ഓക്കെ. ഇനിയിപ്പം ഈ ഒരു ഇൻ്റർഫേസിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത് ഗോ ലൈവ് എന്ന് നിൽക്കുന്നതോടുകൂടി നമ്മൾ മൊത്തത്തിൽ ലൈവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ഈ രണ്ടാമത്തെ ഗോ ലൈവ് എന്ന് നിൽക്കുന്നതോട് കൂടി മൊത്തത്തിൽ സ്റ്റുഡൻസിന് നോട്ടിഫിക്കേഷൻ പോകും. ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസിനെല്ലാം നോട്ടിഫിക്കേഷൻ പോവുകയും ആ സമയത്ത് അവർക്ക് ഡയറക്റ്റ്ലി ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ലൈവിലേക്ക് കയറാനുള്ള ഓപ്ഷനൊക്കെ എനേബിൾ ആകും. മറ്റുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ലൈവ് സമയത്ത് നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് എനേബിൾ ആകും എന്നുള്ളത് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് നമുക്ക് അടിയിൽ കാണാം കുറച്ച് ഓപ്ഷൻസ്. ഈ ഒരു ഓപ്ഷൻസ് പോയാൽ നമുക്ക് കാണാം ക്ലാസ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ക്ലാസ് റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടാൽ ആ ഓൺ ആക്കിയത് മുതൽ നമ്മൾ ക്ലാസ് എൻഡ് ചെയ്യുന്നത് വരെയുള്ള ലൈവ് ക്ലാസ് റെക്കോർഡ് ആവുന്നതാണ്. ആ ക്ലാസ് അവർ പറയുന്നത് 24 ഹവറിനുള്ളിൽ നമ്മളുടെ റെക്കോർഡിംഗ് സെക്ഷനിൽ വരുമെന്നാണ്. മറ്റുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ലോ ക്വാളിറ്റി ചാറ്റ് എന്ന് പറയാം, ലോ ക്വാളിറ്റി മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിപ്പം നല്ല റേഞ്ച് ഇഷ്യൂ നേരിടുന്ന ഒരു സ്ഥലത്തൊക്കെ ആണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ, ടീച്ചർ നല്ല റേഞ്ച് ഇഷ്യൂ നേരിടുന്ന സ്ഥലത്താണെങ്കിൽ, റേഞ്ച് ഇഷ്യൂ നേരിടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലോ ക്വാളിറ്റി മോഡിലേക്ക് മാറ്റുന്നതോടുകൂടി നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റി ഒന്ന് കുറയുകയും പക്ഷേ മറ്റൊരു ഇൻറ്ററപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ ഒഴിവാകുന്നതുമാണ്. അപ്പം നമുക്ക് നല്ല റേഞ്ച് ഇഷ്യൂ വരികയാണെങ്കിലും ഈ ഒരു ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ദെൻ നമുക്ക് കാണാം അലോ സ്റ്റുഡൻസ് ടു സ്പീക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിന് സ്പീക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ഉണ്ടാവും. അതിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവരെന്തെങ്കിലും ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓഫാക്കിയിട്ടാൽ സ്റ്റുഡൻസിന് സ്പീക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫാവും. സ്റ്റുഡൻസ് ടു ചാറ്റ്, ഇതിലൊരു നമുക്ക് ഗൂഗിൾ മീറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിലൊരു ചാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അത് ഓഫാക്കിയിടണമെങ്കിൽ ഓഫാക്കിയിടാം, ഓണാക്കിയിടാം. സ്റ്റുഡൻസിന് നമ്മളാണ് മാനേജിങ് എന്ന് പറയുന്നത്. അതപ്പം നമുക്ക് മാനേജ് ചെയ്യാം എല്ലാ കാര്യങ്ങളും. സ്റ്റുഡൻസ് വീഡിയോ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം എല്ലാവരെയും വീഡിയോ. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ആ ഒരു സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻസ് താഴോട്ട് പോവുകയും മറ്റുള്ള നോർമൽ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ നമുക്കിവിടെ ചാറ്റിംഗ് ഓപ്ഷനൊക്കെ കാണാം, ചാറ്റ് ചെയ്യുന്ന ഓപ്ഷന്. അത് സ്റ്റുഡൻസിന് ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് റിപ്ലൈ ഒക്കെ തരാം. നമ്മൾ ആ ഒരു മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് റിപ്ലൈ ഒക്കെ തരാം. കൃത്യമായിട്ട് അത് ചാറ്റിംഗ് ഓപ്ഷനൊക്കെ ഭയങ്കര വണ്ടർഫുള്ളായിട്ട് നമുക്ക് ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. ദെൻ ഷെയർ എന്നുള്ള ഓപ്ഷനാണ്. ഷെയറിൽ ഒരുപാട് എണ്ണം ഉണ്ട്. ഷെയർ സ്ക്രീൻ ഉണ്ട്, ഷെയർ ഫോട്ടോ ഉണ്ട്, ഷെയർ PDF ഉണ്ട്. അതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഷെയർ വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പിന് മാത്രമായിട്ടുള്ളൊരു ഫീച്ചറാണ്. ആ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നതോട് കൂടി സ്റ്റുഡൻസിന് നമ്മളൊരു വൈറ്റ് ബോർഡ്, നമ്മുടെ ഫോൺ ഒരു വൈറ്റ് ബോർഡായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് വരുന്നു.
സാധാരണ ടീച്ചേഴ്സൊക്കെ ഗൂഗിൾ മീറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ വേറെ ആപ്പ് ഡൗൺലോഡ് ചെയ്യലാണ് വൈറ്റ് ബോർഡിനായിട്ട്. പക്ഷേ ഇത് ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു ആപ്പ് തന്നെ ഉണ്ട് നമ്മൾ ലൈവ് പോകുന്ന സമയത്ത്. ഇതിൽ നമുക്ക് പെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ നമ്മൾ എഴുതാം, പെന്ന് യൂസ് ചെയ്ത് എഴുതാം. പിന്നെ എറൈസർ യൂസ് ചെയ്താൽ നമ്മൾ എഴുതിയത് എറൈസ് ചെയ്ത് പോക്കാം. അതുപോലെ തന്നെ അൺഡു ഓപ്ഷൻ ഉണ്ട്, ഇൻഡു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓരോ സ്പെല്ലിംഗ് ആയിട്ട് ചെയ്യാം. പിന്നെ ഒരു ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന വൈറ്റ് ബോർഡിൽ ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ എവിടെയാണോ നമുക്ക് വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് ഒരു ബ്ലൂ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പ്ലേസ് ആവും. അപ്പോൾ സ്റ്റുഡൻസിന് ഇങ്ങനെ കാണാം, മറുഭാഗത്തുള്ള സ്റ്റുഡൻസിന് അത് കാണാം. ദെൻ മറ്റേ ഓപ്ഷനാണ് മോർ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ സേവ്, ലൈൻ വിഡ്ത്ത്, കളറ്, ഷേപ്പ്, ക്യാൻസൽ എന്നുള്ള പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ ലൈൻ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് നമ്മൾ എഴുതുന്നതിൻ്റെ ഒരു വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കളറ് മാറ്റാം, നമ്മൾ എഴുതുമ്പോൾ കളറ് മാറ്റി കൊടുക്കാം. അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു ഓപ്ഷനാണ് ഒരു പേജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ആരോ കാണാം, സ്ക്രീനിൽ ഒരു ആരോ കാണാം, അതെടുത്ത് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ എന്താവും, പ്രീവിയസ് ആയിട്ടുള്ള പേജിലത്തത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും, അടുത്തൊരു പുതിയ പേജ് നമുക്ക് കിട്ടുകയും ചെയ്യും. വെറുതെ മായ്ച്ച് കളയേണ്ട ആവശ്യമില്ല. ഞാൻ മായ്ച്ച് കളയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചർ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൽ നമുക്ക് സാധാ ഷേപ്സൊക്കെ യൂസ് ചെയ്യുന്നത് സാധാ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എവിടെയാണോ വേണ്ടത് വെച്ചാൽ വേണ്ട കളറിൽ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് യൂസ് ചെയ്യാം. ഇനി പെന്നിലേക്ക് വീണ്ടും നമുക്ക് എന്തെങ്കിലും എഴുതാണ് വേണ്ടതെങ്കിൽ വീണ്ടും പെന്നിലേക്ക് സെലക്ട് ആക്കണം. അങ്ങനെ ഒരു ഇതുണ്ട്. നേരിട്ട് എഴുതി പോകരുത്, നമ്മൾ ഏത് ഓപ്ഷനിലാണോ ഉള്ളത് അതായിരിക്കും എനേബിൾ ആവുക. ഇനിയിപ്പോൾ പെന്നിലേക്ക് പോവുകയാണെങ്കിൽ പെന്ന് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പോവുക. ഇതിൽ കാണാം ഞാൻ എഴുതിയതൊക്കെ ഓരോ പേജ് എടുത്ത് എഴുതിയതിൻ്റെ ഗുണം ഓരോ പേജിലത്തെ അവിടെ തന്നെ ഉണ്ടാവും. ദെൻ ഒരു സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. നമ്മൾ ഇപ്പം ഈ വൈറ്റ് ബോർഡ് ഓഫ് ആക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ആ ഒരു സേവ് എന്ന് പറയുന്ന ഓപ്ഷന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ബോർഡിൽ എഴുതിയ കാര്യങ്ങളൊക്കെ എന്താവും, ഓട്ടോമാറ്റിക്കലി സ്റ്റഡി മെറ്റീരിയലായിട്ട് അപ്ലോഡ് ആകും. അങ്ങനൊരു ഫീച്ചർ ഉണ്ട്. നമ്മളിപ്പം മൊത്തം എറേസ് ചെയ്ത് പോക്കിയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ബോർഡ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ, ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു ബോക്സിൽ ഒരു ക്രോസ് ചിഹ്നം കാണാം. അത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, വൈറ്റ് ബോർഡ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആ ഒരു മോറിൽ പോയിട്ട് സേവ് ഓപ്ഷൻ എടുക്കുക. സേവ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ബോർഡിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും PDF ആയിട്ട് കാണാം. അത് ഞാൻ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ പാർട്ട് കാണിക്കുമ്പോൾ കാണിച്ചു തരും. ഇവിടെ നമുക്ക് അടുത്ത ഓപ്ഷനുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് മുകളിൽ കാണാം ഫ്രണ്ട് ക്യാം, അതുപോലെ തന്നെ ബാക്ക് ക്യാം ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് മോഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ മറ്റൊരു ഓപ്ഷനാണ് എൻഡ് ക്ലാസ്, ഈ ഒരു ലൈവ് എൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിൽ നമുക്ക് കാണാം ലീവ് ക്ലാസ്സും അതുപോലെ തന്നെ എൻഡ് ക്ലാസ് ഫോർ ഓൾ എന്നുള്ള ഓപ്ഷനും. ലീവ് ക്ലാസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർ മാത്രം ആ ലൈവിൽ നിന്ന് എൻഡ് ചെയ്യും. എൻഡ് ക്ലാസ് ഫോർ ഓൾ അടിച്ചു കഴിഞ്ഞാൽ ടീച്ചറും അതുപോലെ തന്നെ ആ ലൈവിലുള്ള സ്റ്റുഡൻസ് മൊത്തത്തിൽ ആ ലൈവ് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി കോളൊക്കെ ടീച്ചറിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലീവ് ക്ലാസ് അടിച്ച് വീണ്ടും ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസൊക്കെ ലീവ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് അറ്റൻഡൻസ് ഫെസിലിറ്റി, അറ്റൻഡൻസ് എങ്ങനെ വ്യൂ ചെയ്യാം, അറ്റൻഡൻസ് എങ്ങനെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തെന്നൊക്കെ മനസ്സിലാവാം. ഞാൻ നേരത്തെ പറഞ്ഞു ലൈവ് കൃത്യമായി ടൈം ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യും. ആ കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അറ്റൻഡൻസ് ഡിറ്റക്ട് ആവും, അല്ലെങ്കിൽ അറ്റൻഡൻസ് നമുക്ക് കാണാം എന്നുള്ളതാണ്. നമ്മൾ എന്താക്കുക, അറ്റൻഡൻസ് കാണാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ ആ ഒരു നീല ബട്ടണിൽ തൊടുക. അത് നമുക്ക് കാണാം നമ്മൾ എടുത്ത ഡേറ്റ് എന്നാണോ, അറ്റൻഡൻസ് ക്ലാസ് എടുത്ത ദിവസം നോക്കുക, ഡേറ്റ് നോക്കുക. അന്നിതാ നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡൻസ് ഇവിടെ കാണാം, എങ്ങനെ എത്രത്തോളം അറ്റൻഡൻസ് അത് കാണാം. ഇനി വേണമെങ്കിൽ നമുക്ക് താഴത്തെ ഡൗൺലോഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ലാസ്റ്റ് 7 days ആണോ, ലാസ്റ്റ് 15 daysലത്തോ അല്ലെ ലാസ്റ്റ് 13 daysലത്തോ ആയിട്ട് നമുക്ക് എക്സൽ ഫയലായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഓപ്ഷൻ. അടുത്തതായി നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് കടന്നു പോകാം. നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ് സെക്ഷനിൽ പോയാൽ നമുക്ക് നമ്മളുടെ ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിനെ കാണാം. ദെൻ അടുത്തതാണ് അത് നമുക്ക് നോർമലായിട്ട് എത്ര സ്റ്റുഡൻസ് ഉള്ളു എന്നുള്ളതും ഓരോ സ്റ്റുഡൻസിൻ്റെ നെയിമും മൊബൈൽ നമ്പറൊക്കെ അവിടെ കാണാം. ദെൻ റെക്കോർഡിങ്ങിലേക്ക് പോയാൽ നമ്മൾ എടുത്ത ലൈവ് അത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡായിട്ട് ഈ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരും. അത് സ്റ്റുഡൻസിനും കാണാം, നമുക്കും കാണാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഇപ്പോൾ ഈ റെക്കോർഡിംഗ് എന്നുള്ള ഭാഗത്ത് ഇപ്പം അവരുടെ ക്ലൗഡിലാണ് സേവ് ആവുക. അപ്പോൾ നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ അതിൽ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് റീനെയിം ചെയ്യാം, ഷെയർ ചെയ്യാം.
അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു റെക്കോർഡിംഗ് എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഇതാണ് ടെസ്റ്റ്. ഇതിൽ ക്രിയേറ്റ് ടെസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് MCQ മോഡലിലും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് മോഡലിലും നമുക്ക് ഈ ടെസ്റ്റ് നടത്താവുന്നതാണ്. MCQ ആകുമ്പോൾ നമുക്ക് സൊല്യൂഷനൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കും. ടൈം ഡ്യൂറേഷനും അതുപോലെ തന്നെ സമയം, സ്റ്റാർട്ടിങ് ടൈമും ഒക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ കാണും. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആവുന്നതാണ്. ദെൻ സബ്ജക്റ്റീവ് മോഡാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇമേജ് ആയിട്ടോ PDF ആയിട്ടോ ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവർ സ്റ്റുഡൻസ് അയക്കുന്നത് നോക്കി നമ്മൾ വാല്യൂ ചെയ്തിട്ട് നമുക്ക് മാർക്കൊക്കെ അതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ടെസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എല്ലാം രണ്ടും ഒരു ഇതിൽ വരും. നമ്മൾ ഗൂഗിൾ ഫോം ഒക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും വാല്യൂ ചെയ്ത് കൃത്യമായി ഇതാക്കിയൊക്കെ വേണ്ടി വരും. പക്ഷേ ഇതിൽ ഓട്ടോമാറ്റിക്കലി വാല്യൂ ആവും. ദെൻ നമുക്ക് ഓപ്ഷനാണ് ചാറ്റ് ഓപ്ഷൻ. ചാറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന് ഇങ്ങോട്ട് ചാറ്റാം, നമുക്ക് അങ്ങോട്ട് ചാറ്റാം. അതായത് ഒരു വാട്സപ്പിൽ ഗ്രൂപ്പിൽ എങ്ങനെയാണോ എന്നുള്ളത് രീതിയിലാണ്. വോയിസ് ഓപ്ഷൻ ഉണ്ടാവില്ല, പക്ഷേ മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് അഡ്മിൻ ഓൺലി ആക്കണമെങ്കിൽ ഇതിൽ നമുക്ക് കാണാം എനേബിൾ ടീച്ചർ ഓൺലി ആക്കാം. അങ്ങനത്തെ ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ദെൻ നോട്ടീസ് ബോർഡാണ്. നോട്ടീസ് ബോർഡൊക്കെ വളരെ ഉപകാരപ്പെടും. നമുക്ക് എന്തെങ്കിലും അർജൻറ്റ് കാര്യങ്ങളൊക്കെ അതിൽ നോട്ടീസ് ബോർഡിൽ ആഡ് ചെയ്യാം. അടുത്തത് അസൈൻമെൻറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അസൈൻമെൻറ്റ് ആഡ് ചെയ്യുന്ന ഏകദേശം ടെസ്റ്റിനോട് സാമ്യമുള്ളതാണ്. അതായത് സബ്ജക്റ്റീവ് ടെസ്റ്റ് നടത്തുന്നതിന് സാമ്യമുള്ളതാണ്. നോട്ടീസ് ബോർഡ് ഓപ്ഷനാണ്. ഇത് അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് വ്യൂ ചെയ്യാം. അസൈൻമെൻറ്റ് ഓക്കെ. ഈ ഒരു അസൈൻമെൻറ്റ് വ്യൂ സബ്മിഷൻ എന്നടിച്ചാൽ സ്റ്റുഡൻസിന് ആ ഒരു അസൈൻമെൻറ്റ് കാണാനും, വ്യൂ സബ്മിഷൻ എന്നടിച്ചാൽ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവർ നമുക്ക് സബ്മിറ്റ് ചെയ്ത് ജസ്റ്റ് ഞാൻ ഈ ഒരു ഇവാലുവേറ്റ് എന്നുള്ളത് അടിക്കാം. ഇവാലുവേറ്റ് എന്നുള്ള അടിച്ചാൽ അവർ നമ്മളുടെ അയച്ച ക്വസ്റ്റ്യന് നോക്കി എന്താണോ ആൻസർ അയച്ചത് അത് ഇവിടെ കാണാം. എന്നിട്ട് വ്യൂ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാല്യൂ ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ പെൻ യൂസ് ചെയ്തിട്ട് ശരിയോ ടിക്കോ എന്തോ റിമാർക്ക് ആഡ് ചെയ്യാം. ഒരു വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റീസ് തന്നെ ഇവിടെ നമുക്ക് കിട്ടും. എന്നിട്ട് ഡൺ അടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ വാല്യൂ ചെയ്ത PDF ഫീഡ്ബാക്ക് ഫോം എന്ന് പറഞ്ഞിട്ട് അതിൽ ആഡ് ആവും. ഇനി ഇവിടെ നമുക്ക് സ്കോർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു ഗുഡ് ആഡ് ചെയ്ത് സേവ് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ വാല്യൂ ചെയ്ത അസൈൻമെൻറ്റ് സ്റ്റുഡൻസിന് കാണാം. ഓക്കെ, സേവ് അടിക്കണം. അതുപോലെ ഒരു ഓപ്ഷനാണ്. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത ഇമേജസ് ആയിട്ട്, അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ആയിട്ട് ആഡ് ചെയ്ത ഓപ്ഷനാണ്. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റഡി മെറ്റീരിയൽസിൽ നമ്മൾ ലൈവ് എടുക്കുന്ന സമയത്ത് വൈറ്റ് ബോർഡിൽ എഴുതിയത് സേവ് ആക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡ് ആവുമെന്നുള്ളത്. നമ്മൾ നേരത്തെ വൈറ്റ് ബോർഡിൽ യൂസ് ചെയ്ത സംഭവം ഒന്ന് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് സേവ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് വ്യൂ ചെയ്യാം. ഡോക്യുമെൻറ്റ്സ് പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ജസ്റ്റ് അത് നമ്മൾ വൈറ്റ് ബോർഡിൽ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ PDF ആയിട്ട് നമുക്ക് ഇവിടെ കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഫീച്ചർ.